ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി തുടർന്ന് നോക്കാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം ആനന്ദമയ കോശത്തിൽ ഉണ്ടാകുന്ന ആനന്ദത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ, അതിൻ്റെ പേരുകൾ, അതായത് ഇഷ്ടവസ്തുവിനെ ദർശിക്കുമ്പോൾ, നമുക്ക് ഇഷ്ടമുള്ള ഒരു വസ്തുവിനെ ദർശിക്കുമ്പോൾ ഉണ്ടാകുന്നത് ആ ആനന്ദത്തിന്റെ പേര് പ്രിയം. ഇഷ്ടവസ്തു ലഭിക്കുമ്പോൾ പ്രാപ്തി, ആ സമയത്ത് ഉണ്ടാകുന്ന ആനന്ദം, അതിൻ്റെ പേര് മോദം. ഇഷ്ടവസ്തുവിനെ ലഭിച്ച ശേഷം അത് സ്വയം അനുഭവിക്കുമ്പോൾ അതിന് പ്രമോദം. 3 തരത്തിൽ പറഞ്ഞു: പ്രിയം, മോദം, പ്രമോദം. പിന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, പുണ്യം കൊണ്ടാണ് ആനന്ദമയത്തിലെ ആനന്ദം നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോ അധ്വാനം ഉണ്ടായാലും അധ്വാനം ഇല്ലാതെ കണ്ടും പല രീതിയിലും ഈ ആനന്ദം നമുക്ക് വന്നു ചേരാറുണ്ട്. ഇഷ്ടവസ്തു ലാഭം ചിലപ്പോൾ നല്ല പ്രയത്നത്തിൽ കൂടിയായിരിക്കും ലഭിക്കുന്നത്, ചിലപ്പോൾ ഒരു പ്രയത്നവും കൂടാതെ വരും. ഇത് രണ്ടും സംഭവിക്കുന്നത് പുണ്യത്തിന്റെ ഫലമായിട്ടാണ്. അപ്പോ ആനന്ദമയ കോശത്തിലെ ആനന്ദം അനുഭവിക്കുമ്പോൾ ഇഷ്ടവസ്തു ലാഭത്തിലൂടെ, ഇഷ്ടവസ്തു പ്രാപ്തിയിലൂടെ, ഇഷ്ടവസ്തു അനുഭവത്തിലൂടെ നമ്മൾ ആനന്ദം അനുഭവിക്കുമ്പോൾ നമ്മുടെ പുണ്യം തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു സത്യാവസ്ഥ കൂടെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. പുണ്യമുള്ളത് കൊണ്ടാണ് ആനന്ദം ലഭിക്കുന്നത്, ആനന്ദമയ കോശത്തിലെ ആനന്ദം. ആ ആനന്ദം അപ്പോ പുണ്യം തീരുന്നതനുസരിച്ച്, ആനന്ദം അനുഭവിക്കുന്നതനുസരിച്ച് പുണ്യം തീരും. അപ്പൊ പുണ്യം കൊണ്ടാണ് ആനന്ദമയ കോശത്തിലെ ആനന്ദം അനുഭവിക്കുന്നത് എന്നുള്ള ഒരു വലിയ ഒരു അറിവും കൂടി നമുക്ക് അവിടെ ലഭിച്ചു. അപ്പോ ഈ പുണ്യം അനുഭവിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ശരീരം ലഭിച്ചത് കൊണ്ടാണ്. അപ്പോ ശരീരം ലഭിച്ചവർ, ആ ശരീരം ലഭിച്ചാൽ മാത്രം മതി പുണ്യം അനുഭവിക്കാൻ, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. കഴിഞ്ഞ ജന്മങ്ങളില് ചെയ്തു വെച്ചിരിക്കുന്ന പുണ്യം അനുഭവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ശരീരം ലഭിക്കണം. ശരീരം ലഭിച്ചാൽ മാത്രമേ ആ പുണ്യം വീണ്ടും നമുക്കിവിടെ അനുഭവിച്ച ആനന്ദമായിട്ട് അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ശരീരം ലഭിച്ചാൽ മതി. അപ്പൊ കഴിഞ്ഞ ജന്മങ്ങളിലെ പുണ്യം ഇവിടെ ആനന്ദമായിട്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അതിനു വേണ്ടിയൊന്നും പരിശ്രമിക്കാതെ തന്നെ നമുക്ക് വന്നു ചേരും. നമ്മൾ കാണാറുണ്ട് പലരുടെ കാര്യത്തിൽ, നമ്മുടെ കാര്യത്തിലും തന്നെ നമുക്ക് പല അനുഭവങ്ങളും വെച്ച് നോക്കിയാൽ അറിയാം. അപ്രതീക്ഷിതമായിട്ട് പല സന്തോഷങ്ങളും നമുക്ക് വന്നു ചേരുന്നതായിട്ടും പല വസ്തുക്കളും നമുക്ക് വന്നു ചേരുന്നതായിട്ടും, ശരിക്കും ഒരുപാട് ചിലപ്പോൾ പ്രയത്നിക്കുന്നത് കിട്ടത്തില്ല, അല്ലാതെ കണ്ട് ചിലപ്പോൾ വന്നു വിടും. അങ്ങനെയൊക്കെ സംഭവിക്കുന്നതെല്ലാം പുണ്യത്തിന്റെ ഫലമായിട്ടാണ്. ഇനി നമുക്ക് അടുത്ത ഒരു ശ്ലോകത്തിലേക്ക് കടക്കാം. ആനന്ദമയ കോശസ്യ സുഷുപ്തൗ സ്ഫൂർത്തിരുത്കട സ്വപ്നജാഗരയോരീഷത് ഇഷ്ടസന്ദർശനാദിന. ആനന്ദമയ കോശസ്യ സുഷുപ്തൗ സ്ഫൂർത്തിരുത്കട സ്വപ്നജാഗരയോരീഷത് ഇഷ്ടസന്ദർശനാദിന. ആഴ്ന്ന ഉറക്കത്തില് ആനന്ദമയ കോശം നന്നായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആഴ്ന്ന ഉറക്കത്തില് ഈ ആനന്ദമയ കോശം നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ജാഗ്രത് സ്വപ്ന അവസ്ഥകളിൽ ഇഷ്ടവസ്തുക്കളെ കാണുമ്പോൾ, ലഭിക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ മാത്രം ആണ് ആനന്ദമയ കോശം വെളിപ്പെടുന്നത്. ജാഗ്രത്തില്, സ്വപ്നത്തില് ഇഷ്ടവസ്തുക്കളെ കാണുമ്പോൾ, അത് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ അനുഭവിക്കുമ്പോൾ മാത്രമാണ് ആനന്ദമയ കോശം വെളിപ്പെടുന്നത്. ആഴ്ന്ന ഉറക്കത്തില് ആനന്ദമയ കോശം നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. കാരണം സുഖമായി ഉറങ്ങി എന്ന് നമ്മൾ പറയുമല്ലോ, അപ്പോ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആ ആഴ്ന്ന ഉറക്കത്തിൽ എങ്ങനെയാണ്? ഒരു വിധത്തിലുള്ള വിക്ഷേപവും ഇല്ലാതെയാണ്. ഒരു വിധത്തിലുള്ള വിക്ഷേപവും ഇല്ല. അവിടെ ആഴ്ന്ന ഉറക്കത്തില് ഇഷ്ടവസ്തു ദർശനമില്ല, ഇഷ്ടവസ്തു പ്രാപ്തിയില്ല, ഇഷ്ടവസ്തു അനുഭവവും ഇല്ല. ഇതൊന്നുമില്ലാതെ തന്നെ സുഖമായി ഉറങ്ങി എന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ അവിടെ ആനന്ദമയത്തിൽ തന്നാലേ സുഖം കിട്ടത്തുള്ളൂ. അപ്പൊ അവിടെയും സുഖമായി ഉറങ്ങി എന്നുള്ളത് നടക്കുന്നുണ്ട്. അപ്പോ
ഒരു തരത്തിലുള്ള വിക്ഷേപവും, മനസ്സിന്റെ യാതൊരു വിക്ഷേപങ്ങളും അവിടെ ഇല്ല, ഒരു വൃത്തിയും അവിടെ സംഭവിക്കുന്നില്ല. ഇല്ലാതെ ആ അവിദ്യാവൃത്തി, അതിന്റെ പേരാണ് അവിദ്യാവൃത്തി, നിദ്രാവൃത്തി, അതിലാണ് ആനന്ദം അനുഭവിക്കുന്നത്. നിദ്രാവൃത്തിയില് ആനന്ദം അധികമായി പ്രതിബിംബിക്കും. അവിദ്യാവൃത്തി അഥവാ നിദ്രാവൃത്തിയില് ആനന്ദം അധികമായി പ്രതിബിംബിക്കും. അതുകൊണ്ട് നല്ല ആനന്ദം, നല്ല സുഖം അനുഭവിക്കുന്നു ഉറക്കത്തില്. ശരിക്കും നമ്മൾ കമ്പയർ ചെയ്താൽ അറിയാം, നമുക്ക് കിട്ടിയിരിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തു കിട്ടി, ഏത് വസ്തു കിട്ടിക്കോട്ടെ, എത്ര ഇഷ്ടപ്പെട്ട വസ്തു കിട്ടിക്കോട്ടെ, എത്ര അനുഭവിച്ചോട്ടെ, അത് കഴിയുമ്പോ എന്ത് വേണമെന്ന് തോന്നുന്നു നമുക്ക്? ഒന്ന് ഉറങ്ങണം. അതില്ലാതെ പറ്റില്ല. എന്തൊക്കെയാണെങ്കിലും ശരിയാ, എത്ര സുഖമായിട്ട് എത്ര പൽപ്പായസം കഴിച്ചാലും, എത്ര മധുരമുള്ള പലഹാരങ്ങൾ ഇഷ്ടമുള്ള ആളത് കഴിച്ചാലും, അല്ലെങ്കിൽ വേറെ എന്ത് പ്രവൃത്തികൾ, ഇഷ്ടമുള്ള കളികൾ, എന്തെല്ലാം കളികൾ, സ്പോർട്സ് ഒക്കെ ഇഷ്ടമുള്ളത് എല്ലാം ചെയ്താലും, എത്ര ക്രിക്കറ്റ് കളിച്ചാലും, എത്ര നേടിയാലും, ഇപ്പോൾ പ്രസംഗിക്കുന്നവരാണെങ്കിൽ എത്ര പ്രസംഗിച്ചാലും, പ്രഭാഷണം നടത്തുന്നവരാണെങ്കിൽ എത്ര പ്രഭാഷണം നടത്തിയാലും, പൂജ കഴിക്കുന്നവരാണെങ്കിൽ എത്ര പൂജ കഴിച്ചാലും, എന്തെല്ലാം ചെയ്താലും, ക്ഷേത്ര ദർശനങ്ങൾ എത്രയെല്ലാം നടത്തിയാലും, ഒന്ന് കിടന്നാ മതി. ഒരു മിനിറ്റെങ്കിലും എനിക്കൊന്ന് മയങ്ങണം, ഒന്നും അറിയാതെ ഒരു മിനിറ്റ് കിടന്നുറങ്ങി ഒന്നും അറിയാതെ കുറച്ച് സമയം ഇരുന്നാലേ നമ്മൾ തൃപ്തിയാവുള്ളൂ. നമുക്ക് എന്തെല്ലാം കിട്ടിയാലും ആഴ്ന്ന ഉറക്കം കിട്ടിയില്ലെങ്കിൽ അതിനു മുമ്പ് കിട്ടിയ സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെടും. അപ്പൊ എപ്പോഴും ആഗ്രഹിക്കുന്നത് ആഴ്ന്ന ഉറക്കമാണ്. ആ ആഴ്ന്ന ഉറക്കത്തിൽ നമ്മൾ മറ്റൊന്നിനെയും ആശ്രയിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പ്രിയം, മോദം, പ്രമോദം മൂന്നും മറ്റു വസ്തുക്കളെ ആശ്രയിച്ചുകൊണ്ടാണ്, അല്ലെ? മോദം, പ്രിയം, മോദം, പ്രമോദം എല്ലാം വേറൊന്നിനെ ആശ്രയിച്ചിട്ടാണ്, ഏതെങ്കിലും ഒരു വസ്തുവിനെ ആശ്രയിക്കുന്നു. അതേസമയം ആഴ്ന്ന ഉറക്കത്തില് ഏതെങ്കിലും വസ്തുവിനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ടോ? ഇല്ല. സ്വന്തം ശരീരത്തിന്റെ മനസ്സിനെ പോലും, ചിന്തകളെ പോലും ആശ്രയിക്കുന്നില്ല, ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. ഒന്നിനെയും ആശ്രയിക്കാതിരിക്കുന്ന ഒരു അവിദ്യാവൃത്തിയാണ് അവിടെ, നിദ്രാവൃത്തി എന്നാണ് പറയുന്നത്. അവിടെ അങ്ങനെ വരുമ്പോ എന്തുണ്ടാവും എന്ന് പറഞ്ഞു ശാസ്ത്രം പറയുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയം ആ പ്രതിബിംബം കൂടുതലായിട്ട് അവിടെ കാണും എന്നാണ് പറയുന്നത്. ആനന്ദത്തിന്റെ പ്രതിബിംബം വളരെ ജാസ്തിയായിരിക്കും, വളരെ കൂടുതലായിരിക്കും, അധികമായിരിക്കും. അതുകൊണ്ട് നല്ല സുഖം അനുഭവിക്കുന്നു. ഒരു വസ്തു കിട്ടിയതിനെക്കാളും സുഖം അനുഭവിക്കുന്നുണ്ടോ ഉറങ്ങുമ്പോൾ? അതുകൊണ്ടാണല്ലോ ഒരു വസ്തു കിട്ടി, പ്രിയം, മോദം ഒക്കെ അനുഭവിച്ച ശേഷവും ഒന്ന് ഉറങ്ങിയാൽ മതി, 1 മിനിറ്റെങ്കിലും ഒന്ന് കിടക്കണം എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ കാര്യം. അപ്പോ സുഷുപ്തി അവസ്ഥയിലാണ് ആനന്ദം അധികമായി നമുക്ക് അനുഭവപ്പെടുന്നത്. സുഷുപ്തി എന്ന അവസ്ഥയിലാണ് ആനന്ദം അധികമായി നമുക്ക് അനുഭവപ്പെടുന്നത്. ജാഗ്രത്തിൽ ആനന്ദം ഇഷ്ടവസ്തു ദർശന പ്രാപ്തി അനുഭവത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലാത്ത സമയത്തില്ല. ഈ ജാഗ്രത് സ്വപ്ന അവസ്ഥയിൽ ഇഷ്ടവസ്തു ലഭിക്കാതെ വരികയും മാത്രമല്ല സങ്കടമുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ജാഗ്രത അവസ്ഥയില് എല്ലായ്പ്പോഴും ഇഷ്ടവസ്തു ലഭിക്കുന്നില്ല, പിന്നെ മാത്രമല്ല ചിലപ്പോൾ സങ്കടവും ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. ആനന്ദമയ കോശസ്യ, ആനന്ദമയ കോശത്തിന് സുഷുപ്തൗ, സുഷുപ്തിയിൽ, ആനന്ദമയ കോശസ്യ സുഷുപ്തൗ, ആനന്ദമയ കോശത്തിന്റെ സുഷുപ്തിയില് സ്ഫൂർത്തി എന്ന് പറഞ്ഞാൽ അവിടെ ചിന്തകളെ സ്ഫൂർത്തി, വിളങ്ങൽ, അവിടെ അതിന്റെ പ്രകാശം, ആനന്ദമയത്തിന്റെ പ്രകാശം, വിളങ്ങൽ, ഉക്കട, തെളിവുണ്ടാക്കുന്നു. ആ നന്നായിട്ട് തെളിഞ്ഞ് അവിടെ കാണുന്നു എന്ന് പറയുക. അതായത് ആനന്ദമയ കോശത്തിന്റെ ആനന്ദമയ കോശത്തിലെ ആനന്ദം സുഷുപ്തിയിൽ നന്നായി പ്രകാശിക്കുന്നു, നന്നായി വിളങ്ങുന്നു, നന്നായി നമുക്ക് അറിയപ്പെടുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതിനാൽ ആഴ്ന്ന ഉറക്കത്തില് നാം ആനന്ദമയ കോശത്തിൽ അഭിമാനം വയ്ക്കുന്നു. ഇതാണ് അടുത്തൊരു പോയിന്റ്. ആഴ്ന്ന ഉറക്കത്തില് നമ്മള് ആനന്ദമയ കോശത്തിൽ അഭിമാനം വയ്ക്കുന്നു. അതായത് കാരണശരീരത്തിൽ അഭിമാനം വെക്കുന്നു. ശങ്കരാചാര്യസ്വാമികള് വഴിയായിട്ട്
നമ്മുടെ അഭിമാനം നമ്മൾ എവിടേക്ക് വെക്കുന്നു എന്ന് പറഞ്ഞു തരുന്നത്. എത്ര സുന്ദരമായിട്ടാ പറഞ്ഞു തരുന്നത്. ആദ്യം ശരീരത്തിൽ പറഞ്ഞു അല്ലേ, പിന്നെ പ്രാണനിൽ പറഞ്ഞു, പിന്നെ മനസ്സിൽ പറഞ്ഞു, പിന്നെ വിജ്ഞാനമയത്തിൽ പറഞ്ഞു, ഇപ്പൊ ആനന്ദമയത്തിൽ പറയുന്നു. അപ്പൊ ഇവിടെ നിന്നും നമ്മൾ അഭിമാനം വെച്ചിരുന്നാൽ നമുക്ക് മോക്ഷം എന്ന് പറയുന്ന ആ നമ്മൾ സ്വയം ആത്മാ എന്ന അവസ്ഥയിലേക്ക് എത്തില്ല. ഒരഭിമാനവും ഇല്ലാത്ത അവസ്ഥയാണ് ആത്മാ, ഞാൻ പരമാത്മാ, ഞാൻ ജീവാത്മാ അല്ല, പരമാത്മാ തന്നെയാണ് എന്നുള്ള അവസ്ഥ. ഇതൊക്കെ ജീവാത്മാവിന്റെ അവസ്ഥ. അഭിമാനം വയ്ക്കുന്നതൊക്കെ ജീവാത്മാവിന്റെ പ്രവൃത്തികളാണ്. ആത്മാ എന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു അഭിമാനവുമില്ല. എല്ലാം ഞാനാണ്, കാണുന്നതെല്ലാം ഞാനാണ്, കേൾക്കുന്നതെല്ലാം ഞാനാണ്, എല്ലാം ഞാനാണ്. ഞാനല്ലാതെ ഇവിടെ ഒന്നുമില്ല, ഈശ്വരനല്ലാതെ ഇവിടെ ഒന്നുമില്ല, ഞാനും ഈശ്വരനും വേറെയല്ല. ഇങ്ങനെയാണ് ആ ചിന്ത പോവുക. അപ്പോ ഇവിടെ ആഴ്ന്ന ഉറക്കത്തില് നമുക്ക് കിട്ടുന്ന ആനന്ദമാണ് സച്ചിദാനന്ദം എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് ഇത് പറഞ്ഞു തരുന്നത്. ഈ ആനന്ദം അജ്ഞാനം മൂലമുണ്ടാകുന്ന ആനന്ദമാണ്. അവിടെ ഒന്നും പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദമാണ്. ആ ആനന്ദം അതില് നമ്മൾ അഭിമാനം വെക്കുമ്പോൾ നമ്മൾ ആനന്ദമയ കോശത്തിൽ ആണ്. അപ്പൊ നമ്മൾ അവിടെ അഭിമാനം വെക്കുന്നു. കാരണ ശരീരത്തിൽ നമ്മൾ ഇരിക്കുന്നു. കാരണ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പ്രത്യേകിച്ച് ചിന്തകളൊന്നും അവിടെ നിന്ന് പൊങ്ങി വരാതെ ഇരിക്കുന്നത് കാരണ ശരീരത്തിൽ തന്നെയാണ്. ജാഗ്രതയിൽ വരുമ്പോൾ കാരണ ശരീരത്തിലെ വാസനകളും ഇഷ്ടവസ്തു ലഭ്യതയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ആനന്ദം വരും. അല്ലാത്ത സമയത്ത് ആ കാരണ ശരീരത്തില് പ്രത്യേകിച്ച് ചിന്തകളൊന്നും വരാതെ ഇരിക്കുമ്പോ അവിദ്യാവൃത്തിയിൽ ഇരിക്കുന്നത് കൊണ്ട്, അവിദ്യാവൃത്തിയിലാണ് അവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് അവിടെ എപ്പോഴും നല്ല ആനന്ദം നമുക്ക് അനുഭവപ്പെടുന്നു. ജാഗ്രസ്വപ്ന സുഷുപ്തിയിൽ, ജാഗ്രസ്വപ്നത്തിൽ എന്തുണ്ടാവും? മനോവൃത്തികൾ വരും. ഈ കാരണ ശരീരത്തിന് മനോവൃത്തികൾ വരും സ്വപ്നാവസ്ഥയിലും ജാഗ്രത അവസ്ഥയിലും. അപ്പൊ എന്തായി? ആനന്ദത്തിന് തടസ്സമായി അല്ലെ? എണീക്കുമ്പോ ആ സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളെ എണീറ്റ് കഴിയുമ്പോ ആ സുഖം അനുഭവിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. സുഖമായി ഉറങ്ങി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ തന്നെ എനിക്കിപ്പോ നല്ല സുഖമാണെന്ന് പറയുന്നില്ലല്ലോ. ഉറങ്ങി എണീറ്റ് അവിടെ എന്തായി? പിന്നെ മനോവൃത്തികൾ കാരണം ആ അനുഭവിച്ചു കൊണ്ടിരുന്ന ആനന്ദത്തിന് തടസ്സം വരും. അനുഭവിച്ചു കൊണ്ടിരുന്ന ആനന്ദത്തിന് അവിടെ തടസ്സമാവും, മുന്നോട്ട് പോകത്തില്ല. ആ ആനന്ദം അതുപോലെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ ആനന്ദം അതുപോലെ ഉണർന്നിട്ട് നമുക്ക് പോകുന്നുണ്ടോ? ഇല്ല. എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ മതി. കാരണം എന്താ? ആ ആനന്ദം നമ്മളെ പിടിച്ചു വലിക്കുകയാണ്. നമുക്ക് ഉറങ്ങിയേ പറ്റുള്ളൂ. ഒന്ന് ഉറങ്ങി ആ ഒരു ആനന്ദം അനുഭവിച്ചാലേ പറ്റുള്ളൂ. ആ ആനന്ദവും യഥാർത്ഥ ആനന്ദമല്ല എന്നാണ് പറഞ്ഞു തരുന്നത്. ആ ആനന്ദവും യഥാർത്ഥ ആനന്ദമല്ല. അത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ആത്മാനന്ദം പ്രതിബിംബിക്കുന്നു അവിടെ. കാരണം പ്രത്യേകിച്ച് ചിന്തകളൊന്നും ഇല്ലാതിരിക്കുന്നത് കൊണ്ട് കൂടുതലായി പ്രവർത്തിക്കുന്നു കാരണ ശരീരത്തില്. അപ്പൊ നമുക്ക് അവിടെ അഭിമാനം വെച്ചിരിക്കുമ്പോൾ നമ്മൾ ആനന്ദം അനുഭവിക്കുന്നു. അത് അഭിമാനം വെച്ചോണ്ട് ആനന്ദം അനുഭവിക്കുന്നത്. പ്രതിബിംബ ആനന്ദത്തിന് തടസ്സം വരുന്നു. എപ്പോ? സ്വപ്നത്തിലും ജാഗ്രത്തിലും, രണ്ട് സ്ഥലത്തും ആ പ്രതിബിംബാനന്ദത്തിന് തടസ്സം വരുന്നു. അപ്പൊ അതിനുദാഹരണം പറയുകയാണെങ്കിൽ ജലം, നല്ല തെളിഞ്ഞ ജലം, ഒരു അനക്കം, കാറ്റുകൊണ്ടൊന്നും അനങ്ങാതെ ഇരിക്കുന്ന ക്ലീൻ വാട്ടർ, നല്ല വെള്ളം. അങ്ങനെ ഇരിക്കുമ്പോ അതിൽ നോക്കിയാൽ നല്ല പ്രതിബിംബം കാണാം. നമ്മുടെ മാത്രമല്ല, പ്രകൃതിയുടെ മുഴുവൻ പ്രതിബിംബം ഇതിനകത്ത് കാണാം ഇല്ലേ? ഒരു കുളത്തിന്റെ കരയിലൊക്കെ പോയി നിന്നിട്ട് ഒട്ടും അനക്കമില്ലാതെ ഇരിക്കുന്ന സമയത്ത് ആ കുളത്തിലെ ജലത്തില് ആ പ്രകൃതി മുഴുവൻ പ്രതിബിംബിക്കുന്ന കാണാം. ഒട്ടും അനക്കമില്ലാതിരുന്നാലേ അത് കാണുള്ളൂ. അനക്കം ഉണ്ടായാൽ ആ പ്രതിബിംബത്തിന് ഇളക്കം നേരിടും. അല്ലെങ്കിലോ നന്നായിട്ട് വ്യക്തമായിട്ട് ഒരു ചലനവും ഇല്ലാതെ എത്രമാത്രം എന്തെല്ലാം ഉണ്ടോ അതിന്റെ ആ തീരത്തുള്ള എല്ലാ പ്രതിബിംബം നമുക്ക് കാണാൻ സാധിക്കും, നന്നായി കാണാൻ സാധിക്കും. അനങ്ങി തുടങ്ങിയാൽ ആ പ്രതിബിംബം വികൃതമാകും. അതുപോലെയാണ് ഈ നിദ്രാവസ്ഥയില്. ആ കാരണശരീരം ഉണ്ടാതെ ഇരിക്കുകയാണ്. ഒരു വിധത്തിലുള്ള വൃത്തികളും ഒരു വിധത്തിലുള്ള ചിന്തകളും ഇല്ലാതെ ഇരിക്കുമ്പോ ആനന്ദം, പ്രതിബിംബാനന്ദം, ആത്മാവിന്റെ പ്രതിബിംബാനന്ദം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടും. അതാണ് സുഷുപ്തിയില് നല്ല ഉറക്കം, സുഖമായ ഉറക്കം. പിന്നീട് സ്വപ്നത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ
ചിന്തകൾ വീണ്ടും തുടങ്ങി, അവിടെ വൃത്തികൾ തുടങ്ങി. അപ്പോ ആ സുഖം പോയി, പല പലത്തിലുള്ള സ്വപ്നങ്ങളായി. ഇനി ഉണർന്നു കഴിഞ്ഞാലോ സ്വപ്നവും പോയി, നേരെ ഉണർന്നെണീറ്റു. ഉണർന്നെണീറ്റാലോ അപ്പോ ചിന്തകളുടെ ബാഹുല്യം, ഒന്നിനു പുറകെ ഒന്നിനു പുറകെ ഒന്നിനു പുറകെ ആയിരക്കണക്കിന് ചിന്തകളായി. ഈ ആനന്ദത്തിന് തടസ്സം ആയി, പ്രതിബിംബിക്കാൻ പറ്റാതെ കണ്ടായി. എങ്ങനെയാണോ വെള്ളത്തിൽ അനക്കം വരുമ്പോൾ പ്രതിബിംബിക്കാൻ പറ്റാതെ വരുന്നത്, പ്രതിബിംബം വികൃതമായി തീരുന്നത്, അതുപോലെ ഈ മനസ്സിലെ ചിന്തകൾ ഈ ആനന്ദത്തിന് തടസ്സമായി വരുന്നു. അപ്പൊ പ്രതിബിംബിക്കാൻ പറ്റാതെ കണ്ടുവരുന്നു. അപ്പോ എന്ത് വേണം? ആത്മാവിന്റെ പ്രതിബിംബ ആനന്ദത്തെ ലഭിക്കണമെങ്കിൽ മനസ്സില് വൃത്തികൾ പാടില്ല, ചിന്തകള് പാടില്ല, വിക്ഷേപം പാടില്ല. ഇതൊക്കെ ടെക്നിക്കലായിട്ടുള്ള വാക്കുകളാണ്. വൃത്തി, വിക്ഷേപം എന്നൊക്കെയാണ് ശാസ്ത്രത്തിൽ മാത്രം ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അതൊന്നും, ആ വൃത്തികളും നിക്ഷേപവും ഒന്നും പാടില്ല. ആഴ്ന്ന ഉറക്കത്തില് ഇന്ദ്രിയങ്ങള് നിശ്ചലം, ഇന്ദ്രിയങ്ങൾ നിശ്ചലമാണ്, ഒരു ഇന്ദ്രിയവും പ്രവർത്തിക്കുന്നില്ല ആഴ്ന്ന ഉറക്കത്തില്. മനസ്സ് സ്മൃതിയോട്, മനസ്സെന്ത് ചെയ്യണു? സ്മൃതിയോട്, പൂർവ സംസ്കാരങ്ങളോട് സംബന്ധം വയ്ക്കുന്നില്ല. അവിടെയാണ് കാരണ ശരീരത്തിൽ ഇരിക്കുകയാണെങ്കിലും അവിടെ എന്താണ്? മനസ്സ് സ്മൃതിയോടും പൂർവ സംസ്കാരങ്ങളോടും സംബന്ധം വയ്ക്കുന്നില്ല. ഉണരുമ്പോഴാണ് പൂർവ സ്മൃതിയോടും സംസ്കാരത്തോടും മനസ്സ് സംബന്ധം വയ്ക്കുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങള്, പുറമേ കാണുന്ന ഇന്ദ്രിയങ്ങള് മാത്രമല്ല, സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞ അതും കാരണ ശരീരത്തില് പ്രവർത്തിക്കുന്നില്ല. ആ സമയത്ത് സൂക്ഷ്മ ശരീരവും പ്രവർത്തിക്കാതിരിക്കുന്നു, സ്ഥൂല ശരീരവും പ്രവർത്തിക്കാതിരിക്കുന്നു. അതായത് മനസ്സ് എന്ന സൂക്ഷ്മ ശരീരം സ്മൃതിയോടോ പൂർവ സംസ്കാരത്തോടോ സംബന്ധം വയ്ക്കാതിരിക്കുന്ന സമയമാണ് ഗാഢനിദ്ര അഥവാ സുഷുപ്തി. അതിനാൽ സുഷുപ്തിയിൽ ആനന്ദം, മാക്സിമം ആനന്ദം സുഷുപ്തിയിൽ ലഭിക്കുന്നു. എന്താനന്ദമാണത്? പ്രതിബിംബാനന്ദം. അത് കാരണ ശരീരത്തില് പ്രതിബിംബാനന്ദം പരമാവധി ലഭിക്കുന്നു. സ്വപ്ന ജാഗ്രയോഹോ ഈഷത്, സ്വപ്ന ജാഗ്ര അവസ്ഥകളിൽ കുറച്ച് മാത്രം, ഈഷത് എന്ന് പറഞ്ഞാൽ കുറച്ച്. സ്വപ്ന ജാഗ്രയോഹോ ഈഷത്, അവിടെ വളരെ കുറച്ചു മാത്രം. ഇഷ്ടസന്ദർശനാദിന, ഇഷ്ടവസ്തു ദർശനം മുതലായവ കൊണ്ട്, ഇഷ്ടസന്ദർശനാദിന സ്വപ്നജാഗ്രയോഹോ ഈഷത് ഇഷ്ടദർശനാദിന. ഉത്കട ഈഷത് രണ്ടും തമ്മിൽ നോക്കണം. ഉത്കട ഒരെണ്ണം ആദ്യം പറഞ്ഞപ്പോൾ ഉത്കട എന്ന് പറയും, കൂടുതലായിട്ട് സുഷുപ്തിയില്. സ്വപ്ന ജാഗ്രതയിലോ ഈഷത് കുറച്ചു മാത്രം. അതെപ്പോ? ഇഷ്ടവസ്തു ദർശനം മൂലം, ഇഷ്ടസന്ദർശനാദിന എന്ന് പറഞ്ഞാൽ ഇഷ്ടവസ്തു ദർശനങ്ങൾ കൊണ്ട് എന്നാണ്. അങ്ങനെ ഇഷ്ടവസ്തു ദർശനം മുതലായവ, മുതലായവ എന്ന് പറഞ്ഞാൽ ദർശനം, ലഭ്യത, അനുഭവം, ഇതെല്ലാം ഈ വഴികളിൽ കൂടെയാണ്. അവിടെ കുറച്ച് സന്തോഷമേ കിട്ടുന്നുള്ളൂ. ഒന്നുമില്ലാതിരിക്കുന്ന സമയത്തോ അധികം ലഭിക്കുന്നു. സുഷുപ്തിയില് കൂടുതൽ കിട്ടുന്നു. ആനന്ദമയ കോശസ്യ സുഷുപ്തൗ സ്ഫൂർത്തിരുത്കട. ആനന്ദമയ കോശം ഏറ്റവും നന്നായിട്ട്, ആനന്ദമയ കോശത്തില് ഏറ്റവും കൂടുതൽ ആനന്ദം പ്രതിബിംബിക്കുന്നത് സുഷുപ്തിയിലാണ്. സ്വപ്നത്തിലും ജാഗ്രതയിലും മനസ്സ് പൂർവ്വ സംസ്കാരവുമായിട്ടും സ്മൃതിയോടും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ചിന്തകൾ ഉണ്ടാകും. ആ ചിന്തകൾ ഉണ്ടാകും തോറും അവിടെ പ്രതിബിംബത്തിന്റെ അളവ് കുറയും. ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടില്ല. ഇഷ്ടവസ്തുവിനെ കാണുമ്പോൾ കിട്ടും കുറച്ച്, ഇഷ്ടവസ്തുവിനെ ലഭിക്കുമ്പോൾ കിട്ടും കുറച്ച്, ഇഷ്ടവസ്തു അനുഭവത്തിൽ കിട്ടും, അത് കഴിഞ്ഞ് അത് പോയി. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോ അനുഭവിക്കുന്ന പ്രതിബിംബാനന്ദത്തിൽ നിന്ന് ആത്മാവിന്റെ സ്വരൂപമായ സച്ചിദാനന്ദത്തിലേക്ക് നമ്മൾ എത്താം. അപ്പോ നിദ്രാവൃത്തിയില് എന്താ പറഞ്ഞതിന്? അവിദ്യാവൃത്തിയില്, നിദ്രയില് വൃത്തിയില് മനസ്സ് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ, കാരണശരീരത്തിലുള്ള ചിന്തകളെ ഒന്നും എടുത്ത് പ്രവർത്തിക്കാതിരിക്കുന്നത് കൊണ്ട് അവിടെ കൂടുതലായിട്ട് പ്രതിബിംബിക്കുന്നു. അതെല്ലാം പ്രതിബിംബമാണ്, ശരിയായിട്ടുള്ള ആത്മാനന്ദം അല്ല എന്നാണ് ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നത്. അടുത്ത ശ്ലോകം പറയുന്നു,
ആനന്ദമയ കോശം ഞാനല്ല, ആത്മാ അല്ല. ഇതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്ന് നോക്കാം. നൈവായമാനന്ദമയ പരാത്മാ, നൈവായമാനന്ദമയ പരാത്മാ, സോപാധികത്വാത് പ്രകൃതേർവികാരാത്, സോപാധികത്വാത് പ്രകൃതേർവികാരാത്, കാര്യത്വഹേതോ സുഹൃതക്രിയായ, കാര്യത്വഹേതോ സുഹൃതക്രിയായ, വികാരസംഘാത സമാഹിതത്വാത്, വികാരസംഘാത സമാഹിതത്വാത്, നൈവായമാനന്ദമയ പരാത്മാ, സോപാധികത്വാത് പ്രകൃതേർവികാരാത്, കാര്യത്വഹേതോ സുഹൃതക്രിയായ, വികാരസംഘാത സമാഹിതത്വാത്. ഈ ശ്ലോകമാണ് പറയുന്നത് ആനന്ദമയ കോശം ഞാനല്ല. ഞാൻ ആരാണെന്നാണല്ലോ നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു അന്നമയ കോശമല്ല, ഞാൻ പ്രാണമയ കോശമല്ല, ഞാൻ മനോമയ കോശമല്ല, ഞാൻ വിജ്ഞാനമയ കോശമല്ല. ഇപ്പൊ എന്താ പറയുന്നേ? പറയാൻ പോകുന്നത് ഈ ശ്ലോകത്തില് ഞാൻ ആനന്ദമയ കോശവും അല്ല. അതല്ലാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ആനന്ദമയ കോശത്തെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. എന്താണ് ഈ ആനന്ദമയ കോശം? നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം, സന്തോഷം, അതെന്താണ്? അതെവിടുന്നാണ് വരുന്നത്? അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിന്റെ ഘടന എന്താണ്? ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി പറയുന്നത് ഈ പറഞ്ഞതൊന്നും ശരിയായിട്ടുള്ള പരമാത്മാവിന്റെ ആത്മാനന്ദം എന്നുള്ളതല്ല. കുറെ കാരണങ്ങളാൽ ഇവിടെ പറയാണ്. ഇവിടെ ഒരു കാരണമല്ല, കുറെ കാരണങ്ങളാൽ ആനന്ദമയ കോശം ആത്മാവല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇവിടെ. കാരണം ഒന്നാമത്തത്, അനുഭവിക്കപ്പെടുന്നതൊന്നും ഞാനല്ല. നമ്മൾ പല സ്ഥലത്ത് ഇത് കണ്ടു. അനുഭവിക്കപ്പെടുന്നതൊന്നും ഞാനല്ല. ഈ ആനന്ദം എങ്ങനെയാണ്? അനുഭവിക്കുന്നതാണ്, അല്ലെ? എല്ലാ സമയത്തും ഇല്ല, ചില സമയത്ത് അനുഭവിക്കുന്നതാണ്. ഉറങ്ങുമ്പോൾ അനുഭവിക്കുന്നു, ഇഷ്ടവസ്തു ലഭിക്കുമ്പോൾ അനുഭവിക്കുന്നു, ഇഷ്ടവസ്തു ദർശനത്തിൽ ചെറിയ തോതിൽ അനുഭവിക്കുന്നു, ഇഷ്ടവസ്തു ലഭ്യതയിൽ കുറച്ച് രീതിയിൽ അനുഭവിക്കുന്നു, ഇഷ്ടവസ്തു അനുഭവത്തിൽ കുറെ രീതിയിൽ അനുഭവിക്കുന്നു, ഒന്നുമില്ലാതെ ശുദ്ധിയിൽ അനുഭവിക്കുന്നു. ഇങ്ങനെ അനുഭവിക്കുന്ന ഒന്നും ഞാനല്ല എന്ന്. കാണുന്നതൊന്നും ഞാനല്ല. ഞാൻ കാണുന്ന ആളാണോ? കാണുന്ന വസ്തു ഞാനാണോ? അല്ല. അതുപോലെ അനുഭവിക്കപ്പെടുന്നതൊന്നും ഞാനല്ല. അനുഭവിക്കപ്പെടുന്നതൊന്നും ഞാനല്ല. ആനന്ദം അനുഭവിക്കുകയാണ്. അപ്പൊ ഞാനാണോ ഈ ആനന്ദം ഞാനാണോ? അല്ല. ആനന്ദത്തെ ഞാൻ അനുഭവിക്കുകയാണ്. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഉണ്ട് അവിടെ. ഞാനാണ് അനുഭവിക്കുന്ന ആനന്ദത്തെ, ഞാൻ ആനന്ദമല്ല. ശാസ്ത്രം പറയുന്നതോ ഞാൻ ആനന്ദ സ്വരൂപമാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. സച്ചിത് ആനന്ദമാണ് പരമാത്മാ. സച്ചിത് ആനന്ദമാണ് പരമാത്മസ്വരൂപം, ആനന്ദസ്വരൂപമാണ്. തൈത്തിരീയോപനിഷത്തിലൊക്കെ ഭംഗിയായിട്ട് പറയുന്നുണ്ട് ആനന്ദമാണ് ഞാൻ എന്ന്. അപ്പൊ ഇവിടെ ആനന്ദം നമ്മൾ അനുഭവിക്കുക ചെയ്യുന്നേ. നമ്മൾ ആനന്ദമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ആനന്ദത്തെ അനുഭവിക്കുന്നു. നമ്മൾ അനുഭവിക്കുന്ന ആളാണ്. അപ്പൊ ഈ ആനന്ദമയ കോശം നമ്മളാണോ? അല്ല. നമ്മൾ ആനന്ദമയ കോശത്തിലെ ആനന്ദത്തെ അനുഭവിക്കുന്നു. നമ്മൾ ആനന്ദമയ കോശം അല്ല. പിന്നെയോ ദൃശ്യത്വാത്. വേറെയും ചില കാരണങ്ങൾ പറയാണ്. ദൃശ്യത്വാത് നൈവാനന്ദമയ കോശം, നൈവാനന്ദമയ പരാത്മാ, സോപാധികത്വാത് പ്രകൃതേ വികാര, കാര്യത്വഹേതോ സുഹൃതക്രിയായ, വികാര സംഘാത സമാഹിതത്വ. കുറെ കാര്യങ്ങൾ പറയും. അതായത് ദൃശ്യത്വ, ഇവിടെ വേറെയും ചില കാരണങ്ങളാണ് പറയുന്നത്. നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ട് അനുഭവിക്കപ്പെടുന്ന ആ വസ്തു അല്ല ഞാൻ. ഒരു വസ്തുവിനെ കാണുമ്പോ ആനന്ദം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ആ വസ്തു ആണോ? അല്ല. ഞാനാണ് അനുഭവിക്കുന്നത്, ഞാൻ വേറെയാണ്. അയം എന്ന് പറഞ്ഞാൽ അവിടെ നൈവായം എന്ന് പറഞ്ഞല്ലേ. നൈവ അയം നൈവ പരമാത്മ.
നൈവ പരാത്മ. പരാത്മ എന്ന് പറഞ്ഞാൽ പരമാത്മാവ് തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നു. അയം നൈവ പരാത്മ. അയം എന്ന് പറഞ്ഞാൽ ഈ ആനന്ദമയ കോശം പരാത്മ അല്ല, പരമാത്മ അല്ല. സോപാധികത്വ, ഉപാധിയോട് കൂടിയതായ കാരണം എന്നാണ് പറയുന്നത്. ആദ്യത്തെ കാരണം പറയുന്നത് ഉപാധിയോട് കൂടിയതായ കാരണം ഈ ആനന്ദമയ കോശം പരമാത്മാ അല്ല. ഉപാധിയോട് കൂടിയതിനാൽ ഈ ആനന്ദമയ കോശം പരമാത്മാ അല്ല. സോപാധികം എന്ന് പറഞ്ഞാൽ ഉപാധിയോട് കൂടിയത് എന്നാണ് അർത്ഥം. എന്താണ് ഇവിടെ ഉപാധി എന്നൊരു ചോദ്യം വരൂല്ലേ ഇപ്പോ? സോപാധികത്വം എന്ന് പറയുമ്പോൾ സോപാധികം എന്ന് പറഞ്ഞാൽ ഉപാധിയോട് കൂടിയത്. അപ്പൊ എന്താണ് ഇവിടെ ഉപാധി? ഉപാധിയോട് കൂടിയതായതിനാൽ പരമാത്മാ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് ഇവിടെ ഉപാധി? അതായത് ഇവിടെ നിബന്ധന എന്താണ്? നിബന്ധനയോട് കൂടിയത് എന്നർത്ഥം. എന്താണ് ഇവിടുത്തെ നിബന്ധന? നോക്കാം, ഒരു ഉദാഹരണം നോക്കാം. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുന്നു. ഒരാൾ ഗ്ലാസ് വെള്ളം കൊണ്ടുവരുന്നു. നമ്മൾ വെള്ളത്തില് തൊട്ടു നോക്കും. വെള്ളത്തിൽ തൊട്ടു നോക്കുമ്പോ ചൂടുണ്ട്. വെള്ളത്തിന് ഉഷ്ണം അഥവാ ചൂടുണ്ട്. അത് കൊണ്ടുവന്ന വെള്ളത്തിൽ തൊട്ടു നോക്കിയപ്പോ ചൂടുണ്ട്. അപ്പൊ വെള്ളത്തിന് ഇപ്പോ ചൂടുണ്ട്. നമ്മൾ തൊട്ടപ്പോ ചൂടുള്ളത് കൊണ്ട് വെള്ളത്തിന്റെ സ്വരൂപം ഉഷ്ണസ്വരൂപം എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ തൊട്ട് നോക്കിയപ്പോ ചൂടുണ്ട്, അതിനാൽ വെള്ളത്തിന്റെ സ്വരൂപം ഉഷ്ണസ്വരൂപമാണ്, ചൂടാണ് സ്വരൂപം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം കുറച്ച് കഴിയുമ്പോൾ അത് തണുക്കും. തണുക്കുമ്പോ തണുപ്പായിരിക്കും. അപ്പോ അവിടെ നമുക്ക് അതിനെ ഉറപ്പിച്ച ചൂട് ഉഷ്ണസ്വരൂപം എന്ന് പറയാൻ പറ്റില്ല. കാരണം ചൂട് ജലത്തിന്റെ സ്വരൂപമല്ല. ചൂട് ജലത്തിന്റെ സ്വരൂപമല്ല. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു നിമിത്തം വഴിയാണ്, ഒരു ഉപാധി വഴിയാണ് അവിടെ ആ ചൂട് ഉണ്ടായത്. വെള്ളത്തില് ആ ചൂട് ഉണ്ടായത് ഒരു ഉപാധി വഴിയാണ്. എന്ത് വഴിയാണ്? അഗ്നി. അഗ്നി വഴിക്കല്ലേ അവിടെ ചൂട് കിട്ടിയത്. നമ്മൾ കൊണ്ടുവന്ന വെള്ളം തൊട്ട് നോക്കിയപ്പോ ചൂടുണ്ടായിരുന്നു. അതെങ്ങനെ കിട്ടിയതിനാ ചൂട്? അതിനാ ചൂട് കിട്ടിയത് അഗ്നിയിൽ നിന്നാണ്. അപ്പൊ തീയുടെ സംബന്ധം, അഗ്നിയുടെ സംബന്ധം ഉള്ളത് കൊണ്ട് ചൂടുണ്ടായി. സംബന്ധം പോയാൽ ചൂടും പോകും, മെല്ലെ മെല്ലെ ചൂടും പോകും. ആ സംബന്ധം ഉള്ളിടത്തോളം കാലം നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോ വെള്ളത്തിന്റെ സ്വരൂപം ഉഷ്ണമല്ല. അതിന് ആ ഉഷ്ണം എന്ന് അത് കൊടുത്തത് ആരാണ്? അഗ്നിയാണ്. അഗ്നിയുടെ സംബന്ധം കൊണ്ടാണ് ആ ചൂട് അവിടെ ഉണ്ടായത്. അതായത് വെള്ളത്തിൽ ചൂട് നിമിത്തമായിട്ട് വന്നതിനാൽ വെള്ളം ഉഷ്ണസ്വരൂപമല്ല. വെള്ളത്തില് ചൂട് തനിയെ വന്നതല്ല, ഒരു നിമിത്തത്തിൽ കൂടി വന്നതുകൊണ്ട് വെള്ളം ഉഷ്ണസ്വരൂപമല്ല. ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വെള്ളത്തിന് നമ്മൾ കൊണ്ടുവന്ന വെള്ളം തൊട്ടു നോക്കിയപ്പോ ചൂടുണ്ട്. ആ ചൂട് അതിന് തനിയെ വന്നതല്ല, ഒരു നിമിത്തമായിട്ട് വന്നതിനാൽ അത് ഉഷ്ണസ്വരൂപമല്ല. ആ വെള്ളത്തിന്റെ സ്വരൂപം ഉഷ്ണമല്ല, അതിന്റെ സ്വരൂപം വേറെയാണ്. അതിന് ഒരു ഉപാധി മുഖാന്തരമാണ് ഈ ചൂട് വന്നത്, അഗ്നി മുഖാന്തരം. നമ്മള് ഉഷ്ണം അനുഭവിക്കുന്നുണ്ട്, പക്ഷേ നിമിത്തമായി വന്നത് ആ ഒരു നിമിത്തം വഴിയാണ് അത് വന്നത്. ആ നിമിത്തത്തെയാണ് ഉപാധി എന്ന് പറയുന്നത്. ഇവിടെ തീ ആണ് ഉപാധി. ഇവിടെ തീയാണ് ഉപാധി. ഇതാണ് ഈ ഉപാധി മുഖാന്തരം എന്ന് പറഞ്ഞ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഉപാധി മുഖാന്തരം എന്ന് പറഞ്ഞതിന്റെ ഒരു എക്സാമ്പിൾ ഇത് മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. തീയിന്റെ സ്വരൂപം ഉഷ്ണമാണ്. അതുകൊണ്ട് അത് ആ ജലത്തിലേക്ക് അത് പകർന്നു നൽകി. ജലത്തിന്റെ സ്വരൂപം ഉഷ്ണമല്ല, തീയുടെ സ്വരൂപം ഉഷ്ണമാണ്, അത് അങ്ങോട്ട് പകർന്നു നൽകി. അപ്പൊ നിമിത്തം കൊണ്ടുണ്ടാകുന്നത് വസ്തുവിന്റെ തന്മയല്ല എന്ന് മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ട് അത് പറയും. നിമിത്തം കൊണ്ട്, ഒരു ഉപാധി കൊണ്ടുണ്ടാകുന്നത് ആ വസ്തുവിന്റെ തന്മയായി തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ നന്നായിട്ട് മനസ്സിലറിഞ്ഞാലേ ഈ ആനന്ദമയകോശത്തിന്റെ ഇത് മനസ്സിലാവുള്ളൂ. ഒരു നിമിത്തം കൊണ്ടൊരു വസ്തുവില് എന്തെങ്കിലും ഉണ്ടാകുമ്പോ അത് ആ വസ്തുവിന്റെ തന്മയായി തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ജലത്തിന്റെ തന്മയല്ല ഉഷ്ണം. അഗ്നിക്ക് ഉഷ്ണം തന്നെയാണ്, അഗ്നിയുടെ തന്മയാണ് ഉഷ്ണം, ജലത്തിന്റെ തന്മയല്ല.
അപ്പോ അതുപോലെ നോക്കുമ്പോ ഇവിടെ എന്താണ് ഉപാധി? ഈ ആനന്ദമയ കോശത്തിൽ എന്താണ് ഉപാധി? മനസ്സില് പ്രതിബിംബ ആനന്ദമുണ്ടല്ലോ, മനസ്സിൽ പ്രതിബിംബ ആനന്ദം ഉണ്ടല്ലോ, അതാണ് ഉപാധി. പ്രതിബിംബ ആനന്ദമാണ്, മനസ്സിലുള്ള പ്രതിബിംബ ആനന്ദമാണ് ഉപാധി. അത് ആത്മാവല്ല, അത് പ്രതിബിംബം മാത്രമാണ്. അത് മനസ്സിൽ വരുന്ന താരതമ്യ പ്രിയ മോദ പ്രമോദ ആനന്ദം നിമിത്തമാണ്. അല്ലെ? എങ്ങനെയാണ് അവിടെ ഉണ്ടാവണേ ആനന്ദം? ഏറ്റക്കുറച്ചിലോട് കൂടിയതാ. പ്രിയമായിട്ടുണ്ടാകുന്നു, മോദമായിട്ടുണ്ടാകുന്നു, പ്രമോദമായിട്ടുണ്ടാകുന്നു, ഒന്നുമില്ലാതിരിക്കുന്ന സമയവും ഉണ്ട്. അപ്പോ ആനന്ദം നിമിത്തം അവിടെ നിമിത്തമാണ്. ഈ ആനന്ദം മറ്റെന്തിനെയോ ചേർന്നിരിക്കുന്നതിനാൽ യഥാർത്ഥ ആത്മാനന്ദം അല്ല. ഈ ആനന്ദം എങ്ങനെ കിട്ടുന്നത്? ഇഷ്ടവസ്തുവിനെ കിട്ടുമ്പോൾ. അപ്പൊ വേറൊന്നിനെ ചേർന്നിരിക്കുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇഷ്ടവസ്തു പ്രാപ്തി, അപ്പൊ വേറെന്തിനെയോ കിട്ടുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്. അതേപോലെ ഇഷ്ടവസ്തു അനുഭവം, അപ്പോഴും എന്തോ അനുഭവാൻ, നമ്മൾക്ക് ഇഷ്ടമുള്ളതിനെ അനുഭവിക്കാൻ കിട്ടുമ്പോൾ, അനുഭവിക്കുമ്പോൾ ആണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇത് വേറൊന്നിനെ ചേർന്നിരിക്കുന്നു ഈ ആനന്ദം, ഒരു ഉപാധിയെ ചേർന്നിരിക്കുന്നു ഈ ആനന്ദം. ഈ പ്രതിബിംബ ആനന്ദമാണ്. മനസ്സിൽ പ്രതിബിംബ ആനന്ദമുണ്ടല്ലോ, അതാണ് ഈ ഉപാധി. അത് ആത്മാ അല്ല. മനസ്സിന് ആരാ ആനന്ദം തരുന്നേ? പ്രതിബിംബാനന്ദം. പുണ്യം വഴിക്ക് വന്നത് കിട്ടുന്നത്, പുണ്യം വഴിക്ക് ആനന്ദം കിട്ടുന്നു. പ്രതിബിംബാനന്ദമാണ് മനസ്സിൽ ആനന്ദം തരുന്നത്. അപ്പോ അത് ആത്മാ അല്ല. മനസ്സിൽ വരുന്ന താരതമ്യ പ്രിയ മോദം ആനന്ദം നിമിത്തമാണ്, അല്ലെ? ഓരോ ഏറ്റക്കുറച്ചിലുണ്ടാവുന്ന ആനന്ദം നിമിത്തമാണ്. ഈ ആനന്ദമെല്ലാം മറ്റെന്തിനെയോ ചേർന്നിരിക്കുന്നതിനാൽ യഥാർത്ഥ ആത്മാനന്ദം അല്ല. നാം അനുഭവിക്കുന്ന ആനന്ദം അല്ല ആത്മാനന്ദം. നമ്മളിപ്പൊ അനുഭവിക്കുന്ന ആനന്ദമൊന്നും ആത്മാനന്ദമല്ല. അത് പ്രത്യേകം തിരിച്ചറിയാം. നമ്മളിപ്പൊ അനുഭവിക്കുന്ന ഒരാനന്ദവും ആത്മാനന്ദമല്ല. ഇതെല്ലാം പ്രതിബിംബാനന്ദം മാത്രമാണ്. ഇതെല്ലാം പ്രതിബിംബാനന്ദം മാത്രമാണ്. അതുണ്ടാകുന്നത് പ്രിയ മോദ പ്രമോദ രീതികളിൽ കൂടെയാണ് സംഭവിക്കുന്നത്. അനുഭവത്തിൽ വരാതെ, നമ്മുടെ അനുഭവത്തിലേക്ക് വരാതെ എല്ലാ ആനന്ദത്തിനും, പ്രിയ മോദ പ്രമോദ ആനന്ദത്തിനും മൂല കാരണമായിരിക്കുന്ന ആനന്ദസ്വരൂപമാണ് ഞാൻ അഥവാ ആത്മാ. അനുഭവത്തിൽ വന്നിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയൊരു അംശം പ്രതിബിംബിക്കപ്പെടുമ്പോൾ നമുക്ക് ആനന്ദം ലഭിക്കുന്നു. അത് ഏറ്റവും നന്നായിട്ട് പ്രതിബിംബിക്കുന്നത് ഗാഠനിദ്രയില്, സുഷുപ്തിയില്. പ്രത്യേകിച്ച് ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കാതെ, ഏത് സ്ഥൂല സൂക്ഷ്മ ഒന്നും പ്രവർത്തിക്കാതിരിക്കുമ്പോൾ അവിടെ കൂടുതൽ നന്നായിട്ട് പ്രകാശിക്കുന്നു. അപ്പോൾ കൂടുതൽ ആനന്ദം അനുഭവിക്കുന്നു. പക്ഷെ ആ ആനന്ദവും പ്രതിബിംബാനന്ദമാണ്. ശരിയായിട്ടുള്ള പരമാത്മാ ആനന്ദം, ആത്മാനന്ദം നമ്മുടെ അനുഭവത്തിൽ വരാതെ ആനന്ദത്തിന് മൂലകാരണമായിരിക്കുന്നു. ആള് രംഗത്ത് വരുന്നില്ല. ആള് പുറത്തു നിന്നുകൊണ്ട് തന്നെ വേറെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ അജ്ഞാനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആ ആത്മാ, ആ പരമാത്മാ അതിൻ്റെ പ്രതിബിംബമായിട്ടുള്ള ആനന്ദത്തെ നമുക്ക് തരുന്നു. സോപാധികത്വ, ഉപാധി, അതായത് കാണൽ, ലഭിക്കൽ, അനുഭവിക്കൽ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഉപാധികൾ മുഖാന്തരം. ഉപാധി എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സിൽ വരുന്ന പ്രതിബിംബാനന്ദം, അതൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അടുത്ത കാരണം, വേറൊരു കാരണം കൂടി പറയുന്നുണ്ട്. പ്രകൃതേഹേ വികാരാത്. പ്രകൃതേഹേ വികാരാത്. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇവിടെ കാരണ ശരീരത്തെയാണ് ഇവിടെ പറയുന്നത്, അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പ്രകൃതിയല്ല. ഇവിടത്തെ പ്രകൃതി എന്നുള്ളതിന്റെ മീനിങ് കാരണ ശരീരം എന്നാണ്. വികാരം എന്ന് പറഞ്ഞാൽ മാറ്റം, കാരണ ശരീരത്തിന്റെ മാറ്റം. കാരണ ശരീരത്തിൽ നിന്ന് രൂപപ്പെട്ട വൃത്തി, കാരണ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്ന വൃത്തി രൂപമായി ആനന്ദം ഇരിക്കുന്നു. കാരണ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന വൃത്തിരൂപമായി ആനന്ദം ഇരിക്കുന്നതിനാൽ അങ്ങനെ ഉണ്ടാകുന്ന ആനന്ദം.
ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം, ആനന്ദമയ കോശത്തിലെ ആനന്ദം ഉണ്ടാകുന്നത് കാരണശരീരത്തിലെ വികാരം മാറ്റം കാരണശരീരത്തിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ കളിമൺ പാത്രത്തിന്റെ കാര്യം വെച്ച് പറയാം. കളിമണ്ണിനെ പ്രകൃതിയായിട്ട് എടുക്കുക. പലതരം പാത്രങ്ങൾ കളിമണ്ണിൽ നിന്ന് ഉണ്ടാക്കുന്നു. അതിനെ വികൃതി അഥവാ വികാരമായി എടുക്കാം, അല്ലെ? കളിമണ്ണുണ്ട്, കളിമണ്ണിൽ നിന്ന് പല പാത്രങ്ങൾ. അപ്പൊ കളിമണ്ണ് എന്നുള്ളതിനെ ഇവിടെ പ്രകൃതിയായിട്ട് എടുക്കുക. പല പല പാത്രങ്ങൾ ഉണ്ടാക്കിയതിനെ വികൃതി അല്ലെങ്കിൽ വികാരം അല്ലെങ്കിൽ മാറ്റമായിട്ട് എടുക്കുക. എത്ര മാറിയാലും എത്ര പാത്രങ്ങൾ ഉണ്ടാക്കിയാലും കളിമണ്ണ് കളിമണ്ണ് തന്നെയല്ലേ ആണ്. അപ്പൊ ശാസ്ത്രം പറയുന്നു, ഏതെല്ലാം വികാരമായിട്ട് മാറ്റം ഉണ്ടാകുന്നതേനോ, ഏതെല്ലാം വികാരമാകുന്നതാണോ അതൊന്നും ആത്മാവല്ല. മാറ്റത്തിന് വിധേയമാകുന്നതൊന്നും ആത്മാവല്ല. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ വീണ്ടും അത് പറയാണ്. അത് പറഞ്ഞു തരാൻ ഇവിടെ കാരണശരീരത്തിൽ ഉണ്ടാകുന്ന ചിന്തകളും വികാരങ്ങളും കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണശരീരത്തിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. കാരണശരീരത്തിൽ നിന്ന് വൃത്തിരൂപമായിട്ട്, ചിന്താമുഖാന്തരമായിട്ട്. അതുകൊണ്ട് അങ്ങനെ മാറ്റം ഉണ്ടാകുന്നത് കൊണ്ട് അത് ശരിയായിട്ടുള്ള ആത്മാ ആനന്ദം അല്ല. പ്രകൃതി എന്ന് പറയുമ്പോൾ മാറ്റമില്ലാത്തതാണ്, സത്യമാണ്. മാറ്റം എന്ന് പറയുമ്പോൾ അത് സത്യമല്ല. അത് ഒന്നിൽ നിന്ന് ഉണ്ടാകുന്നതാണ്, തിരിച്ചങ്ങോട്ട് തന്നെ വേണമെങ്കിൽ പോകാം. അതായത് കളിമണ്ണ് കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കി, പക്ഷെ ഒറിജിനൽ പാത്രം എന്താണ്? പാത്രം കളിമണ്ണ് തന്നെയാണ്. സ്വർണത്തിൽ നിന്ന് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു, ആഭരണങ്ങളെല്ലാം എന്താണ്? സ്വർണമാണ്. അപ്പൊ അതിൽ സത്യം എന്താണ്? സ്വർണം. മറ്റേത് നാമരൂപങ്ങൾ മാത്രമാണ്. സ്വർണം എന്നുള്ളതും ആഭരണങ്ങൾ എന്ന് പറയുമ്പോൾ നാമരൂപങ്ങൾ മാത്രമാണ്. കളിമൺ എന്ന് പറയുമ്പോൾ സത്യം, കളിമൺ പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ നാമരൂപങ്ങൾ മാത്രം. ആഴ്ന്ന ഉറക്കത്തിൽ പോലും നിദ്രാവൃത്തി എന്നുണ്ടെന്നാ പറയുന്നത്. ആഴ്ന്ന ഉറക്കത്തിൽ പോലും നിദ്രാവൃത്തി, അങ്ങനെ ഒരു ചിന്ത, നിദ്രാവൃത്തി എന്നൊരു സംഭവം ഉണ്ടത്രേ. കാര്യത്വഹേതോഹോ സുഹൃതക്രിയായ എന്നും കൂടെ അടുത്ത വാചകം. കാര്യത്വഹേതോഹോ സുഹൃതക്രിയായ, നാം ചെയ്യുന്ന ഓരോ കർമ്മത്തിനും പാപം പുണ്യം എന്ന അദൃഷ്ടഫലങ്ങളുണ്ട്. നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഓരോ പ്രവൃത്തിക്കും പാപം പുണ്യം എന്ന അദൃഷ്ടഫലങ്ങൾ ഉണ്ട്. പുണ്യം എന്ത് തരും? സുഖം നൽകി അങ്ങനെ തീർന്നു പോകും. നമുക്ക് സുഖം തന്ന് 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 നമ്മൾ സമ്പാദിച്ച പുണ്യമെല്ലാം തീരും. പാപമോ ദുഃഖം നൽകിക്കൊണ്ടിരിക്കും. ദുഃഖം അനുഭവിച്ച് പാപവും തീരും. അപ്പൊ രണ്ടും അനുഭവത്തിൽ കൂടി തീരും. പുണ്യം സുഖം അനുഭവിച്ച് പുണ്യം തീരും, ദുഃഖം അനുഭവിച്ച പാപവും തീരും. സുഖം പുണ്യത്തിന്റെ കാര്യം എന്ന് പറയാം, അല്ലെ? സുഖത്തിനെ പുണ്യത്തിന്റെ കാര്യം എന്ന് പറയാം. സുഖത്തെ പുണ്യത്തിന്റെ കാര്യം എന്ന് പറയാം. അപ്പോൾ ആരാണ് കാരണം? പുണ്യം കാരണം. കാര്യം കാരണം എന്നുള്ളത് വേദാന്തത്തിൽ ഉള്ള കാര്യങ്ങളാണ്. നേരത്തെ തൊട്ടേ പഠിച്ചു വരുന്നതാണ്. വേദാന്തത്തിൽ കാര്യം കാരണം എന്ന് ഉപയോഗിക്കുന്നത് സാധാരണ പുറത്ത് നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യകാരണങ്ങൾ പോലെ അല്ല. നേരത്തെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ഓർക്കണം. അപ്പോ ഓരോ കർമ്മത്തിനും പാപം പുണ്യം എന്ന അദൃഷ്ടഫലങ്ങളുണ്ട്. പുണ്യം സുഖം നൽകി തീരും, പാപം ദുഃഖം നൽകി തീരും. അപ്പോ പുണ്യം കാരണമാണ്. എന്ത്? പുണ്യത്തിന്റെ കാര്യം എന്താണ്? സുഖം. അപ്പൊ കാരണമാരാണ്? പുണ്യം. പുണ്യമാണ് ഇഷ്ടവസ്തുവിനെ തരുന്നത്. നേരത്തെ പറഞ്ഞത് അങ്ങനെ. ഈ സുഖം പുണ്യത്തിന്റെ കാര്യമായതിനാൽ ഇത് ആത്മാ അല്ല. അവിടെയാണ് അതിന്റെ സംഗതി വന്നത്. അതുകൊണ്ട് ഇത് ആത്മാ അല്ല. പുണ്യത്തിന്റെ കാര്യമായതിനാൽ, അല്ലെ? കാര്യകാരണം വന്നു കഴിഞ്ഞാൽ പോയി. ആത്മാവിന് അങ്ങനെ അല്ലല്ലോ. അപ്പൊ പുണ്യത്തിന്റെ കാര്യമായതിനാൽ ഇത് ആത്മാവല്ല. കാരണം സത്യമല്ല, കാരണമാണ് സത്യം, അല്ലെ? കളിമണ്ണ് പാത്രങ്ങളും കളിമണ്ണ് കാരണം, കാര്യം പാത്രങ്ങള്. ആഭരണങ്ങളും സ്വർണം കാരണം, ആഭരണങ്ങള് കാര്യം. അപ്പോ അതുപോലെ ഈ കാര്യം ഒരിക്കലും സത്യമല്ല. അപ്പൊ ഇതുപോലെ ഇവിടെ പുണ്യം കാരണം, ആനന്ദം കാര്യം, സുഖമനുഭവം കാര്യം. കാര്യം ഒരിക്കലും സത്യമല്ല. കാര്യം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? കാരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോ സുഹൃതക്രിയായ കാര്യത്വഹേതോഹോ, പുണ്യകർമ്മകാര്യമായതിനാൽ എന്ത്? ഈ സുഖാനുഭവങ്ങൾ, ഈ ആനന്ദമയ കോശത്തിലെ ആനന്ദം പുണ്യകർമ്മ കാര്യമായതിനാൽ
വികാരസംഘാത സമാഹിത്വാ മാറ്റമുള്ളതൊന്നും സത്യമല്ല. വികാരസംഘാത ഒരു കൂട്ടം, മാറ്റങ്ങളുടെ ഒരു കൂട്ടം, പുറകെ 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 പലതുമായി മാറി 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 വന്ന ഒരു കൂട്ടം ഇല്ലേ? കളിമണ്ണ് കൊണ്ട് ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ചെറുത് വലുത് പല ഷേപ്പിലുള്ളത് പല പേരുകളിട്ടത് എങ്ങനെ പലതും ഉണ്ടാകുന്നത് പോലെ ഇവിടെ ഒരുപാട് ചിന്തകള്, അത് മോദപ്രമോദ അങ്ങനെയുള്ള പ്രിയ മോദപ്രമോദങ്ങൾ ഒരുപാട് ഇങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ട്, അതെന്തുകൊണ്ട്? അത് പുണ്യം ഹേതുവായിട്ടുണ്ടാകുന്നത് കൊണ്ട് ഈ കാര്യക്കൂട്ടങ്ങളൊന്നും സത്യമല്ല. ഉള്ളത് കളിമൺ മാത്രം അല്ലെ? എത്ര പാത്രങ്ങൾ ഉണ്ടെങ്കിലും ഉള്ളത് കളിമൺ മാത്രമാണ് എല്ലാത്തിലും. അതുപോലെ ആഭരണങ്ങളിലും സ്വർണം മാത്രമാണ്. അതുപോലെ എല്ലാം ഉണ്ടാകുമ്പോഴും അതിൻ്റെ എത്രയോ സുഖാനുഭവങ്ങൾ, ആനന്ദാനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം ആനന്ദമയ കോശത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബമാണ്. ആ പ്രതിബിംബം ഉണ്ടാകാൻ കാരണം പുണ്യമാണ്. പുണ്യം കൊണ്ടാണ് ആ പ്രതിബിംബം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അത് തന്നെയാണ് വീണ്ടും പറഞ്ഞത്. അപ്പോ ആനന്ദമയ കോശം വികാരക്കൂട്ടങ്ങളാണ്, മാറ്റം സംഭവിക്കുന്നവയുടെ ഒരു കൂട്ടമാണ്. ഇവിടെ വികാരം എന്നതിന് മാറ്റം, പ്രിയ മോദ പ്രമോദങ്ങൾ. മാറ്റം എന്ന് പറഞ്ഞാൽ പ്രിയ മോദ പ്രമോദങ്ങൾ, അതാണല്ലോ മനസ്സിനുണ്ടാകുന്ന മാറ്റങ്ങൾ. പ്രിയ മോദ പ്രമോദങ്ങൾ, പല വൃത്തികൾ, പലതരം ചിന്തകൾ, അതിനകത്ത് സന്തോഷങ്ങൾ എന്ന് വെച്ചാൽ ഏറ്റക്കുറച്ചില് മാറ്റമുള്ള രീതിയിൽ ഉണ്ടാകും. അങ്ങനെ വികാരം കാര്യമാണ്, സംഘാതം കൂട്ടം, സമാഹിതത്വം എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കല്, ഈ വികാരങ്ങളുടെ എല്ലാം ചേർച്ച, ഒന്നിച്ചിരിക്കുന്നു. ആനന്ദമയ കോശം പ്രിയ മോദ പ്രമോദ കൂട്ടങ്ങളുടെ കൂട്ടിയിരിപ്പാണ്. ഇതെല്ലാം കൂടിയിരിക്കുന്നതാണ് ആനന്ദമയ കോശം. അത് ആത്മാ അല്ല. വളരെ ക്ലിയർ ആയിട്ട് ആചാര്യസ്വാമി തന്നെ പറഞ്ഞു, അത് ആത്മാ അല്ല. ഇത് മാറ്റമുണ്ടാകുന്നത് കൊണ്ട്, പുണ്യം കൊണ്ട് ലഭിക്കുന്നത് കൊണ്ട്, മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട്. ഈ ആനന്ദം, പുണ്യമില്ലെങ്കിൽ ഈ ആനന്ദം ഇല്ലല്ലോ. പുണ്യമില്ലെങ്കിൽ ഈ ആനന്ദമില്ല. പുണ്യമുണ്ട്, ആ പുണ്യം അനുഭവിച്ച് തീരുന്നതാണ് ഈ ആനന്ദം. അപ്പൊ ഇതൊരിക്കലും ആത്മാ അല്ല. ഇത് ആത്മാ അല്ല. ആത്മാവാണെങ്കിൽ എപ്പോഴും ആനന്ദമായിരിക്കണം. വളരെ സിമ്പിളാണ്. എപ്പോഴും ആനന്ദമല്ല നമുക്ക്. പക്ഷേ ഒറിജിനൽ ഞാൻ ആനന്ദ സ്വരൂപനാണ്. അതിനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ചെയ്യുന്ന പണി മുഴുവൻ, നമ്മൾ ഈ വായിക്കുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതിന് പുറകെ പോകുന്നതും എല്ലാം ആ യഥാർത്ഥ ആനന്ദം കണ്ടുപിടിക്കാനായിട്ടാണ്. അപ്പൊ മനസ്സിലാക്കുക, ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ആനന്ദങ്ങളൊക്കെ എന്തിനെയോ ആശ്രയിച്ചിരിക്കുന്നു. പൂർവജന്മ വാസനകളെ ആശ്രയിച്ചിരിക്കുന്നു, പൂർവജന്മ പുണ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം യഥാർത്ഥ ആനന്ദമല്ല. അത് എപ്പോ വേണമെങ്കിൽ ഇല്ലാതെ കണ്ടാകാം. അതുകൊണ്ട് ഒരിക്കലും നശിക്കാത്ത ആനന്ദ സ്വരൂപമാണ് നമ്മൾ. അത് തിരിച്ചറിയാൻ, ഒരിക്കലും നശിക്കാത്ത ആനന്ദ സ്വരൂപമാണ് ഞാൻ എന്ന് തിരിച്ചറിയാൻ ഉള്ള സാധനകൾ ചെയ്യുക. ആ വഴിക്ക് പോകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. കൂടുതൽ സാധനകൾ ചെയ്ത് സ്വയം ആത്മാ എന്ന് തിരിച്ചറിയാൻ, ആനന്ദമയ കോശവും കൂടെ കടന്ന് അതിനപ്പുറമുള്ള സച്ചിദാനന്ദമാണ് ഞാൻ എന്ന് തിരിച്ചറിയാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ ഉപസംഹരിക്കാം. അടുത്ത ദിവസം അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സായിരാം. 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 സായിരാം സാർ. സായിരാം. സായിരാം സാർ. സായിരാം. സായിരാം.